നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2027 ഉത്തർപ്രദേശിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതെന്ന് ഏവർക്കും അറിയാം. എന്നാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ധാരണ BJP വല്ലാതെ പ്രതിസന്ധിയിൽ ആഴ്ത്തുകയാണ്. ഒന്നാമത്തെ കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം നേടിയെടുത്ത സീറ്റുകൾ തന്നെയാണ് ഏറ്റവും വലുത്. ഒന്നിച്ചു നിന്നപ്പോൾ 43 സീറ്റുകളാണ് BJPയുടെ കടപുഴകിയത്. BJP 33 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഏറ്റവും ഗതികെട്ട സാഹചര്യത്തിലേക്ക് എത്തി. 62 സീറ്റുണ്ടായിരുന്ന BJPയുടെ ടാലിയാണ് 33ലേക്ക് കൂപ്പുകുത്തിയത്. സ്മൃതി ഇറാനി അടക്കമുള്ളവരുടെ അഹങ്കാരം തീർത്തു കൊടുക്കുകയും ചെയ്തു. എന്തിനധികം പറയുന്നു, വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ റെക്കോർഡ് ലീഡാണ് തകർത്തെറിഞ്ഞത്. 1,50,000 വോട്ടുകൾക്ക് നരേന്ദ്രമോദി കടന്നുകൂടിയെങ്കിലും അത് അവസാന റൗണ്ടുകളിൽ മാത്രമാണ് അദ്ദേഹം ലീഡ് ശക്തമായി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്. അജയ് റായ് എന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഒരു ഘട്ടത്തിൽ 9,000 വോട്ടിൻ്റെ വരെ ലീഡ് നേടിയെടുത്തു വാരണാസിയിൽ. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ആരാധനാലയ സംരക്ഷണ നിയമം അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം കൃത്യമായും സാംഭലിൽ നടന്ന വിഷയം. അതുമാത്രമല്ല, RSS നേതാവായ മോഹൻ ഭാഗവത് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. എല്ലാ കാലത്തും RSSന് ഇത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും, അതായത് പള്ളികൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് വാസ്തവത്തിൽ വോട്ട് തട്ടിയെടുക്കാനുള്ള BJPയുടെ ശ്രമത്തിന് കിട്ടിയ തിരിച്ചടിയായി തന്നെ കോൺഗ്രസ് കണക്കാക്കുന്നുണ്ട്. ഈയടുത്ത് നടന്ന ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ആധിപത്യം BJP നേടിയെടുത്തല്ലോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയും RSS പറയുന്നു. EVM വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ RSSനും സംശയം വലിയ തോതിൽ ഉണ്ട്. ചില മേഖലകളിൽ BJPയെ വലിയ രീതിയിൽ സഹായിക്കാൻ EVMൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി ജനിപ്പിക്കുകയാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സമാനതകളില്ലാതെ ഒന്നിക്കുമ്പോൾ ഏറ്റവും വലിയ വെപ്രാളം യോഗിക്ക് മാത്രമല്ല, അമിത്ഷായ്ക്ക് കൂടിയാണ്. അമിത്ഷാ വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും അരക്കില്ലമാക്കി UPയെ മാറ്റിയെടുത്തു എന്ന ഗർവ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ 71 സീറ്റുകളാണ് 2014 നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് ജയിപ്പിച്ചെടുത്തത്. എന്നാൽ കൃത്യം 10 കൊല്ലത്തിന് ശേഷം ആ 71 സീറ്റുകൾ നേരെ കൂപ്പുകുത്തി 33ലേക്ക് താഴ്ന്നു. കൃത്യമായി പറഞ്ഞാൽ 38 സീറ്റുകൾ അതാണ് BJPക്ക് 2014 അപേക്ഷിച്ച് 10 കൊല്ലം കൊണ്ട് നഷ്ടമായത്. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം, എക്സിറ്റ് പോൾ സർവേ പ്രകാരം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ 200-ലധികം സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് BJPയുടെ കാവിക്കോട്ട തകർക്കാൻ കഴിയും എന്ന റിപ്പോർട്ടുകൾ യോഗിയെയും കേശവ് പ്രസാദ് മൗര്യയെയും അതുപോലെ തന്നെ വിജേഷ് പതക്കിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്.